നമ്മുടെ ഫാമിലിയിലെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണിത്. ഞങ്ങളുടെ പപ്പയുടെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരെയും കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടു കിട്ടിയ ഒരു മുതലാണ് ഞങ്ങൾക്ക് ബേബിച്ചേട്ടൻ. ബേബിച്ചേട്ടൻ ഏറ്റുമാനൂര് ഒളിച്ചു താമസിക്കുന്നവരെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒളിച്ചു താമസിച്ചെന്ന് പറയും. കാരണം ഞങ്ങളുടെ കൊഴുവനാലും ഏറ്റുമാനൂർ തമ്മിൽ വളരെ അടുത്താണ്. ആ ബേബിച്ചേട്ടൻ ഞങ്ങൾക്ക് വിട്ടു തന്നില്ല ഇതുവരെ. അത് കഴിഞ്ഞാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട കുടുംബാംഗം ഇങ്ങനെ ഏറ്റുമാനൂര് നെല്ലിപ്പള്ളി എന്ന വീട്ടുപേരിൽ താമസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടുകൂടി. അത് 2007 ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടുകൂടുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഇതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ 700 കുടുംബങ്ങളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി. അങ്ങനെ 700 കുടുംബങ്ങളെ കോർത്തിണക്കി ഞങ്ങൾക്കൊരു പുസ്തകം എഴുതുവാൻ സാധിച്ചു. അതിനുശേഷം ഞങ്ങളുടെ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റായിട്ട് ബേബിച്ചേട്ടൻ വന്നു. ഈ കാലങ്ങളിലൊക്കെ ബേബിച്ചേട്ടനുമായിട്ട് ഇടപെടുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന അദ്ദേഹത്തിന്റെ മക്കളെയാണ്, 3 മക്കളെയാണ്. കാരണം അവര് ഓരോ കാലഘട്ടത്തിലും ബേബിച്ചേട്ടന്റെ ബർത്ത്ഡേ വെക്കുന്നതിലും അവരുടെ വിവാഹ വാർഷികം വെക്കുന്നതിലും ഒക്കെ അവരെന്തും മുൻപന്തിയില്ല. അപ്പൊ ഞാൻ ഓർക്കും മക്കളാൽ ഭാഗ്യവാനാണ് ബേബിച്ചേട്ടൻ. കാരണം ഇങ്ങനെ കൃത്യമായിട്ട് അപ്പന്റെയും അമ്മയ്ക്കും സന്തോഷം കൊടുക്കുന്ന വേളകൾ സൃഷ്ടിക്കുന്ന മക്കൾ സാധാരണഗതിയിൽ എനിക്ക് മറ്റു വീടുകളിലൊന്നും അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരെണ്ണമൊക്കെ പേരിന് വെക്കുമായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ബേബിച്ചേട്ടന്റെ ബർത്ത്ഡേ കൂടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ബേബിച്ചേട്ടന്റെ വിവാഹ ജൂബിലി കൂടിയിട്ടുണ്ട്. ഇന്ന് വീണ്ടും അടിപൊളി ഒരു ബർത്ത്ഡേ നമ്മൾ കൂടുകയാണ്, 80-ാം വയസ്സ്. ഞാൻ ഒരിക്കൽ പാലായിലുള്ള ഞങ്ങളുടെ മുതിർന്ന ബിഷപ്പായിട്ടുള്ള പള്ളിക്കാപ്പറമ്പിൽ പിതാവിനെ ഒരിക്കൽ അദ്ദേഹത്തിന് 85 വയസ്സായിരുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തെ കാണുവാനിടയായി. അപ്പൊ അദ്ദേഹം വളരെ വാചാലനായിട്ട് സംസാരിച്ചു. എനിക്ക് ബൈബിളിലൊന്നും വലിയ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ പിതാവ് പറയുകയാണ് ബൈബിളിലൊന്നും വലിയ വിശ്വാസമില്ല. അപ്പൊ എന്റെ കൂടെ 2 സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ അവരും വിചാരിച്ചു പിതാവിനെ എന്നാ പറ്റി, ചാനലൊക്കെ പോയോ, 85 വയസ്സായി. അപ്പൊ പിതാവ് വീണ്ടും തർപ്പിച്ചു പറഞ്ഞു, എനിക്ക് ബൈബിളിൽ ഒരു വിശ്വാസമില്ല. അപ്പൊ സിസ്റ്റേഴ്സ് ചോദിച്ചു, അതിനെ പിതാവ് അങ്ങനെ പറയുന്നത്? ഒന്നാ പറഞ്ഞു, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് 70, ഒരു പുരുഷായ 70, ഏറിയാൽ 80 എന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 85ആയി. അപ്പൊ ബൈബിൾ എഴുതിക്കുന്നതൊക്കെ തെറ്റാ. അല്ല പിന്നെ എന്നെ പണ്ട് ദൈവം എടുക്കുകയായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ബൈബിളിനെ കവർ ചെയ്ത് ബേബിച്ചേട്ടൻ മുന്നോട്ട് നീങ്ങുകയാണ്. 80 വയസ്സ് കഴിഞ്ഞു. ബേബിച്ചേട്ടന്റെ 85-ഉം 90-ഉം നമുക്ക് ഘോഷിക്കണം. പറ്റുമെങ്കിൽ നമുക്ക് 100-ഉം ഘോഷിക്കണം. അത് തീർച്ചയായിട്ടും ഈ മക്കൾ ഉള്ളിടത്തോളം കാലം അതിനൊരു കുറവും വരികയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം അവർ ഏത് ദേശത്തായാലും അത് ഇവിടെ കൊണ്ടുവന്ന് ആഘോഷിക്കും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്.